AIADMK നേതൃത്വം ശശികല ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജയലളിതയുടെ സഹോദരി പുത്രി ദീപയാണ് പ്രതിഷേധവുമായി എത്തിയത്. ജയലളിതയുടെ യഥാർത്ഥ പിൻഗാമി താനാണെന്ന് ദീപ പറഞ്ഞു. ശശികല നേതൃത്വം ഏറ്റെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നും ദീപ. ന്യൂസ് റൂമിൽ നിന്ന് സിബി ചേരുന്നു. സിബി, പൊതുവിൽ ഇത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. കാരണം നേരത്തെ ജയലളിതയുടെ ശവസംസ്കാരത്തിന് ശേഷം ഇക്കാര്യം ഒരു പരസ്യപ്രസ്ഥാനം അവർ നടത്തുക കൂടി ചെയ്തു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കാത്ത ശശികല ഏതർത്ഥത്തിലാണ് ഈ സ്ഥാനത്തേക്കൊക്കെ വരുന്നത് എന്ന തരത്തിൽ നിലവിൽ ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കിൽ ഇത് നിൽക്കുന്നുണ്ടോ? നിയമപരമായി മൂവ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് ദീപ പോകുന്നുണ്ടോ? അരുൺ, തീർച്ചയായിട്ടും അണ്ണാ DMKയിൽ ജയലളിതയുടെ മരണത്തിന് ശേഷം ആര് പിൻഗാമിയാകും എന്ന കാര്യത്തിലുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ശശികല നേതൃത്വത്തിലേക്ക് വരുന്നതിനെതിരെ അണ്ണാ DMK തന്നെ ഒരു വലിയ വിഭാഗത്തിന് എതിർപ്പ് ഇപ്പോൾ നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ജയലളിതയുടെ കുടുംബാംഗം തന്നെ ഇന്ന് എതിർപ്പുമായി രംഗത്തെത്തിക്കുന്നത്. ജയലളിതയുടെ സഹോദരപുത്രി ദീപയാണ് ഇന്ന് ജയലളിതയുടെ പിൻഗാമി അണ്ണാ DMKയുടെ നേതൃത്വത്തിന്റെ പിൻഗാമിയായി വരേണ്ടത് താനാണെന്ന് ദീപ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, ശശികല നേതൃത്വത്തിലേക്ക് വരരുതെന്നും ശശികല വരുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ഇപ്പോൾ ദീപ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അണ്ണാ DMK തന്നെ ഒരു വലിയ വിഭാഗം ശശികലയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം പോയസ് ഗാർഡനിൽ ഒരു വിഭാഗം അണ്ണാ DMK പ്രവർത്തകർ ശശികലയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ഇതിനെതിരെ വലിയ ഒരു ഗൂഢാലോചന നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജയലളിതയുടെ സഹോദര പുത്രി ദീപ ഇന്ന് താനാണ് യഥാർത്ഥ പിൻഗാമി, പാർട്ടിയുടെ യഥാർത്ഥ പിൻഗാമി അല്ലെങ്കിൽ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടത് താനാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ശശികല ഈ നേതൃത്വം ഏറ്റെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ദീപ ഇന്ന് ഉറക്കെ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന ജയലളിത മരണത്തിന് ശേഷം ആരാണ് ഈ പാർട്ടി നേതൃത്വം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടിയിൽ സജീവ ചർച്ചയാണ്. ഈ ശശികലയ്ക്ക് എതിരെ കൂടുതലും അണ്ണാ DMK പ്രവർത്തകരാണ്, നേതാക്കളെക്കാൾ കൂടുതൽ അണ്ണാ DMK പ്രവർത്തകർ തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ അണ്ണാ DMK പ്രവർത്തകർ തന്നെ ഒരു വലിയ വിഭാഗം കഴിഞ്ഞ ദിവസം പോയസ് ഗാർഡനിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ 27 വർഷമായി ജയലളിത ഏറ്റെടുത്ത സ്ഥാനം ഇനി ആര് വഹിക്കും എന്ന് ചൊല്ലിയാണ് ഈ പാർട്ടിയിൽ ഇപ്പോൾ തർക്കം തുടരുന്നത്. ജയലളിത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രണ്ടാം നിരയിലേക്ക് ഒരു നേതാവിനെ കൊണ്ടുവരാത്തതിൻ്റെ വലിയ പ്രതിസന്ധിയാണ് പാർട്ടി ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ഒരു വിഭാഗം പനീർശെൽവം തന്നെ മുഖ്യമന്ത്രിയെ തുടരുകയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതൃസ്ഥാനം പനീർശെൽവം വൈകിട്ട് എന്നുള്ള ഒരു തീരുമാനം ഒരു വിഭാഗത്തിലുണ്ട്. എന്നാൽ ശശികല ജയലളിതയുടെ ഒറ്റ തോഴിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ശശികലയ്ക്ക് ഈ ജയലളിത അത്രയും വരാൻ കഴിയില്ലെങ്കിലും അടുത്ത നേതൃത്വം ഏറ്റെടുക്കാൻ ശശികലയ്ക്ക് കഴിയുമെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നു. എന്നാൽ ജയലളിത കഴിഞ്ഞ 2011 ശശികലയെ ജയലളിത പുറത്താക്കിയിരുന്നു, അഴിമതിയുടെ പേരിൽ തന്നെ. മാത്രമല്ല, ജയലളിതയെ ജയിലിലാക്കിയതും മാത്രമല്ല ഈ അണ്ണാ DMKയുടെ പാർട്ടിയുടെ പല പ്രതിച്ഛായ നഷ്ടപ്പെടുന്നതിനും ശശികല കാരണമായെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ പറയുന്നുണ്ട്. അതുതന്നെയാണ് ശശികലയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ശശികലയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞുകൊണ്ട് ദീപ, ജയലളിതയുടെ സഹോദരപുത്രി ദീപ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അരുൺ, സിബി, ഇവിടെ ഈ നിയമപരമായ പിന്തുടർച്ച അവകാശം ഉപയോഗിക്കുക നിയമപരമായി തന്നെ എന്ന നിലപാടിലേക്ക് ദീപ പോകുന്നുണ്ടോ? മറ്റൊന്ന്, 63 കോടിയുടെ സ്വത്തുണ്ട് നിലവിൽ ജയലളിതയ്ക്ക് എന്നാണ് ഏറെക്കുറെ കണക്കുകൾ. ഇത് കർണാടക കോടതിയുടെ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായാൽ അത് ഏത് പിന്തുടർച്ച അവകാശിയിലേക്ക് പോകും എന്നത് വലിയ ചോദ്യമാണ്. ഇതൊക്കെ വലിയ നിയമപരമായ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ദീപ പരാമർശിക്കുന്നുണ്ട്. രണ്ട്, ദീപ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇതുവരെ താല്പര്യമില്ല എങ്കിലും പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇറങ്ങും എന്ന് ദീപ പരോക്ഷമായി നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. ആ തരത്തിലൊക്കെ എങ്ങനെയാണ് കാണാനാവുക? അരുൺ, ഈ പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടാൽ താൻ പരോക്ഷമായമല്ല ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ പാർട്ടി നേതൃത്വത്തിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ ദീപ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ജയലളിതയുടെ കോടികൾ വരുന്ന സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് നമുക്കറിയാം, ഇത് സംബന്ധിച്ച കേസ് നിലവിലുണ്ട്. ഈ കേസിൽ ഇപ്പോൾ ജയലളിത മരിച്ചിരിക്കുന്നു, ഇനിയുള്ള ശശികലയ്ക്ക് എതിരെയാണ് കേസുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ട് ഇവരുടെ സ്വത്ത് ഒരു ട്രസ്റ്റിന് പോകുമോ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഈ സ്വത്ത് വിവരം സംബന്ധിച്ചും കൃത്യമായ കണക്കുകളില്ല. ഈ സ്വത്ത് ആർക്ക് പോകും? ജയലളിതയ്ക്ക് മക്കളോ അല്ലെങ്കിൽ മറ്റ് അനന്തരാവകാശം ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ സ്വത്ത്
സ്വത്തുവകൾ ഒന്നുകിൽ ട്രസ്റ്റിനെ ഏൽപ്പിക്കുമോ അല്ലെങ്കിൽ സർക്കാർ കണ്ടുകെട്ടുമോ എന്നുള്ള രീതിയിലുള്ള എല്ലാ പ്രചരണം അല്ലെങ്കിൽ അത് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ ബന്ധുക്കൾ രംഗത്ത് വരുന്നതും മറ്റു തരത്തിലൊരു ഗൂഢാലോചന നമുക്ക് കാണേണ്ടതുണ്ട്. എങ്കിൽ പോലും ശശികല നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അത് വലിയൊരു വിഭാഗം പാർട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി നേതാക്കൾക്കിടയിലില്ല, മറിച്ച് പാർട്ടിയിലെ അണികൾക്കിടയിലാണ് ഏറ്റവും കൂടുതലായിട്ടും ഈ ഒരു ശക്തമായ എതിർപ്പുള്ളത്. പാർട്ടി നേതൃത്വത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. എങ്കിൽ പോലും മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാട്ടാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശശികലയ്ക്കുള്ള മുമ്പിൽ വാതിൽ തുറന്നു കിടക്കുന്നത്. എന്നാൽ ജയലളിതയുടെ രണ്ടാം ഒരു നിരയായിട്ട് ഇപ്പോൾ ഇതിനു മുമ്പ് നടൻ അജിത്തിനെ പറഞ്ഞിരുന്നു. എന്നാൽ അജിത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പറഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ജയലളിതയുടെ അവകാശം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അടുത്തൊരു പിൻഗാമി എന്ന നിലയിൽ ദീപ രംഗത്ത് എത്തുമ്പോൾ സ്വത്ത് സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം ഇവിടെ ചർച്ചാ വിഷയമാകുന്നുണ്ട്. മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ജേക്കബ് ജോർജ്, അദ്ദേഹം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇതിൽ പ്രത്യക്ഷത്തിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഇതിങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന തരത്തിൽ അതിന്റെ പരോക്ഷ സൂചനകൾ നേരത്തെ ലഭിക്കുകയും ചെയ്തിരുന്നു. പരസ്യ പ്രതികരണമായി ദീപ എത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്താണ് താങ്കൾ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറുമ്പോഴുള്ള കുഴപ്പങ്ങളാണ്. അപ്പോൾ അതാണ് ഈ സ്വത്തിന്റെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ അനന്തരാവകാശികൾ എന്ന് പറയുന്നവർ പാർട്ടിയുടെയും പാർട്ടിയുടെ സ്വത്തിന്റെയും ഒക്കെ അനന്തരാവകാശം ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് തമിഴക രാഷ്ട്രീയത്തിന്റെ ഒരു നിർഭാഗ്യവശമാണ് എന്ന് വേണം കാണാൻ. അത് ആവട്ടെ, അതിന്റെ രാഷ്ട്രീയത്തിന്റെ തമിഴ് മക്കളുടെ പാവപ്പെട്ട തമിഴ് മക്കളുടെ രാഷ്ട്രീയത്തിന്റെ ജീർണതകളിലേക്കും വിരൽ ചൂണ്ടുന്നു. ജയലളിത ഒരു പ്രൊഫഷണൽ ഒരു സെറ്റപ്പിൽ ആ പാർട്ടി വളർത്തിക്കൊണ്ട് വന്നില്ല. ഇറാൻ മൂളികളെ മാത്രമാണ് കൂടെ നിർത്തിയത്. അങ്ങനെ താണ് വീണ് വണങ്ങുന്ന കുറെ നേതാക്കന്മാർ, ആ നേതാക്കന്മാർക്ക് പോലും ഒരു പുതിയ നേതാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു നേതൃനിര വളർത്തിക്കൊണ്ട് വരാതിരിക്കാൻ ജയലളിത പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ദേശീയ പാർട്ടികൾക്കാട്ടെ അവിടെ കാലുറപ്പിക്കാൻ കഴിയുന്നില്ല. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ DMK സംബന്ധിച്ചാണെങ്കിൽ സ്റ്റാലിനെ വലിയ തരത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാം നിരയിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് നിർത്തുന്നുണ്ട്. പക്ഷേ ജയലളിതയെ സംബന്ധിച്ച് അതാണ് സംഭവിച്ചത്. തനിക്ക് ശേഷം പ്രളയം എന്നവർ അന്ധമായി വിശ്വസിച്ചു. അതിന്റെ പരിണിത ഫലം ആ പാർട്ടിയെയും ആ വലിയ ജനവിഭാഗത്തെയും കാർന്നു തിന്നുന്നുമുണ്ട്. ഇവിടെ ഈ തമ്പിദുരയും ഒപ്പം പനീർശെൽവവും അടക്കമുള്ളവർ, ജയരാമനും ഒക്കെ ഈ ശശികല വരുന്നതിനെ വലിയ തരത്തിൽ അനുകൂലിച്ചാണ്. പക്ഷേ പാർട്ടിയിലെ വലിയ തരത്തിലുള്ള ഈ വനിതാ ജനവിഭാഗം ഇപ്പോഴും ദീപയ്ക്കൊപ്പമാണ്, അല്ലെങ്കിൽ മാനസികമായി അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നാണ് കരുതുന്നത്. കാരണം നിങ്ങളുടെ മുഖത്ത് ഞങ്ങളുടെ അമ്മയെ കാണാം എന്ന്, അതായത് ഈ രൂപസാദൃശ്യം വൈകാരികമായ പ്രശ്നമാണല്ലോ അവരെ സംബന്ധിച്ച് ഏറ്റവും അങ്ങേയറ്റം നയിക്കുന്നത്. അതിവർക്ക് അനുഗുണമായി നിലനിൽക്കുന്നു എന്നാണ് കരുതുന്നത്. ആ തരത്തിൽ ഇവരൊരു പൊളിറ്റിക്കൽ എൻട്രി നടത്തുമോ? എന്താണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അല്ല, അതങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം തമിഴിലെ സാധാരണക്കാരായ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക്, അവർക്കൊരു നേതാവ് വേണം. അവരുടെ പ്രശ്നങ്ങളിലും പോരായ്മകളിലും ഇല്ലായ്മകളിലും താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു നേതാവ്. അത് ഒരു ഹീറോ ആയിരിക്കണം. അസാമാന്യ കഴിവുകളുള്ള, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായിട്ടുള്ള ഒരു നേതാവായിരിക്കണം. അതൊക്കെയുമായിരുന്നു ജയലളിത. ഒരു ദൈവത്തെ പോലെ അവർ കൊണ്ടാടി. കാരണം ജയലളിത അവർക്ക് വീട്ടുകാര്യങ്ങളെല്ലാം നടത്തി കൊടുത്തു. പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് അരി കൊടുത്തു. അമ്മ സിമെന്റും അമ്മ മരുന്നും ഒക്കെ രംഗത്തിറക്കി. അപ്പൊ അങ്ങനെ ഒരു താൽക്കാലിക ആശ്വാസം നൽകി ജയലളിത ഇവരെ എല്ലാവരെയും പ്രീണിപ്പിച്ച് നിർത്തി. അതുപോലെ പ്രീണിപ്പിച്ച് നിർത്താൻ കഴിയും എന്നായിരിക്കും. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആകാൻ കഴിയും എന്നായിരിക്കും. തൽക്കാലം അധികാരം പിടിച്ചെടുക്കുക എന്ന ഒരു മിനിമം പരിപാടിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും AIDMK രാഷ്ട്രീയം ശിഥിലമാവാനാണ് സാധ്യത. അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിച്ചും പിടിപിടി നടത്തിയും അധികാരത്തിന് വേണ്ടിയും സ്വത്തിനു വേണ്ടിയും തർക്കം ഉന്നയിച്ചും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പൊളിഞ്ഞ് പോകാനാണ് സാധ്യതകളേറെയും. ധാരാളം ശക്തികേന്ദ്രങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. ഈ ശക്തികേന്ദ്രങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശാക്തിക മത്സരവും ചേരിതിരിവും ഒക്കെ സ്വാഭാവികമാണ്. അതെ, ഇത് ഇനിയും വളരെ രൂക്ഷമായി വരാനാണ് സാധ്യത. കാരണം അന്ന് ആശുപത്രിയിൽ കിടന്ന സമയത്ത് തന്നെ ദീപ കാണാൻ എത്തിയപ്പോൾ ശശികല അതിന് അനുവദിച്ചില്ല, അവരെ തടഞ്ഞു എന്നായിരുന്നു. പുറത്തിറങ്ങിയ ഒരു വലിയ പ്രസ്താവനയൊക്കെ നടത്തുകയും വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നല്ലോ ദീപ. ഇവിടെ ഈ നിയമപരമായ പിന്തുടർച്ച അവകാശം നിയമപരമായി മൂവ് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമാണ് ദീപ നിലവിലെ സാഹചര്യം അനുസരിച്ച്? മറ്റൊന്ന്, 63 കോടിയുടെ സ്വത്താണുള്ളത്. ഈ കർണാടക കേസ് കോടതിയിൽ നിന്ന് വിധി വന്നു കഴിയുമ്പോൾ പിന്തുടർച്ച ആർക്ക് ഈ സ്വത്ത് നൽകണമെന്നതൊക്കെ സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഇതൊക്കെ എങ്ങനെ ഭവിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്?
അല്ല, കേസിന്റെ നൂലാമാലകൾ ഒരു വശത്ത്, കേസ് തന്നെ കിടക്കുന്നു. ആ അഴിമതി നിരോധന കേസ് അതിപ്പോഴും സുപ്രീം കോടതി നിൽക്കുകയാണ്, സ്റ്റേയിലായിരുന്നുവല്ലോ. അതിന്റെ ജയലളിത വക സ്വത്തുക്കളൊക്കെ ഇപ്പോഴും കോടതി കെട്ടിവെച്ചിരിക്കുകയാണ്, കോടതി ബന്ധുബസ്തിൽ വെച്ചിരിക്കുകയാണ്. അത് അതിനകത്ത് തോഴി ശശികലയും പ്രതിയല്ലേ? അതെ, പ്രതിയാണ്. അങ്ങനെ വരുമ്പോഴേക്ക് പ്രശ്നങ്ങൾ വീണ്ടും വഷളാവും. കേസിന്റെ നൂലാമാലകൾ മാത്രമല്ല, കേസുകൾ തന്നെയും ഇവരെ വേട്ടയാടും. സ്വാഭാവികമായിട്ടും അത്ര സുഗമമായിരിക്കത്തില്ല AIADMKയ്ക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പോക്ക് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. തീർച്ചയായും വളരെ നന്ദി ജേക്കബ് ജോർജ് അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. സിബി, വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സാഹചര്യത്തിലേക്ക് പോവുകയാണോ? കാരണം AIADMK സംബന്ധിച്ച് ആ പാർട്ടി പൂർണ്ണമായും ശിഥിലമാകുന്നു എന്നതിന്റെ പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള സൂചനകളാണ് ഇതിനകം തന്നെ ലഭിച്ചിരിക്കുന്നത്. കാരണം അയൺ ലേഡിക്ക് ശേഷം ഒരു രണ്ടാം നിരയില്ലാത്തതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആ പാർട്ടി, ദ്രാവിഡ പാർട്ടി അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ചേരിതിരിഞ്ഞുള്ള സംഘടനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യമായി പോയസ് ഗാർഡനിൽ ഇന്നലെ AIADMK പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ചു എന്ന് പറയുന്നത് തന്നെ ആ പാർട്ടിയെ സംബന്ധിച്ച് എത്രത്തോളം വലുതാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്നതായിരുന്നു. ഇവിടെ ദീപ പരസ്യമായി പ്രതികരണവുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൂടി അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ AIADMKയിൽ ഒരു ഭിന്നസ്വരം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും കഴിയില്ല. കാരണം തമിഴ്നാട്ടിലെ എല്ലാ സംഘടനകളും തന്നെ ഒരു ഏകാധിപത്യം അല്ലെങ്കിൽ ഒരു രാജകീയ ഭരണം പോലെ തങ്ങളുടെ അമ്മ അല്ലെങ്കിൽ പുരട്ചി തലവി പറയുന്നു, അത് ഞങ്ങൾ കേൾക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു എതിർപ്പ് ഒരിക്കലും AIADMKയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രവർത്തകന് പോലും പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ ഈ AIADMKയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു വിഭാഗം, അതും പോയസ് ഗാർഡിന് മുന്നിൽ ഒരു വലിയ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ അത് AIADMK ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവ് തന്നെയാണ്. കാരണം ഈ നമുക്കറിയാം, ജയലളിത ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോൾ തന്നെ ഈ അസ്വാരസ്യങ്ങൾ പാർട്ടിയിൽ ഉടലെടുത്തിരുന്നു. ജയലളിത ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ജയലളിതയുടെ അസുഖത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു, അതായത് അവിടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ശശികലയാണ്. ശശികല തനിക്ക് അടുപ്പമുള്ളവർ മാത്രമേ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിരുന്നുള്ളൂ. ഈ പറയുന്ന ദീപ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് അടുപ്പിക്കുകയോ അല്ലെങ്കിൽ ജയലളിതയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയുക പോലും ചെയ്തില്ല. ഇത് പിന്നീട് ജയലളിത മരണത്തിന് കാരണം ശശികലയാണ്, അല്ലെങ്കിൽ ഒരു സ്ലോ ഡെത്തിലൂടെ അല്ലെങ്കിൽ വർഷങ്ങളായി രക്തത്തിൽ ലെഡ് കലർത്തിക്കൊണ്ട് അവരെ കൊലപ്പെടുത്തുന്ന ശശികലയാണ് കൊലപ്പെടുത്തിയതെന്നുള്ള വാർത്തകൾ വരെ ഈ കഴിഞ്ഞ ദിവസം എത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ AIADMKയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കരുത്തുറ്റിരിക്കുന്നത്. ഇപ്പോൾ അവർ പിന്നീട് അവരുടെ സ്വത്ത് സംബന്ധിച്ചുള്ള ഈ സ്വത്ത് തർക്കം രംഗത്തെത്തിയിരിക്കുന്നു, പാർട്ടി നേതൃത്വം സംബന്ധിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒടുവിൽ ജയലളിതയുടെ സഹോദര പുത്രി തന്നെ താനാണ് യഥാർത്ഥ പിൻഗാമി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇത് ഇനി വരും ദിവസങ്ങളിൽ AIADMK പാർട്ടിയെ ശിഥിലമാക്കുകയും ഇത് DMK പാർട്ടി ഏറ്റവും വലിയ രീതിയിൽ ഇത് മുതലെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു രണ്ടാം നിര ജയലളിത എടുത്തില്ല. എപ്പോഴും താൻ ഒരു ഏകാധിപതിയെ പോലെയാണ് ജയലളിത ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ, സിബിയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. AIADMK നേതൃത്വം ശശികല ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജയലളിതയുടെ സഹോദരി പുത്രി ദീപയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജയലളിതയുടെ യഥാർത്ഥ പിൻഗാമി താനാണ് എന്ന് ദീപ